പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ക്രൈറ്റീരിയ ഫോർ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ മെറിറ്റ്സും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഫൈവ് കിങ്ഡംസ് ഓരോ കിങ്ഡത്തിനെ കുറിച്ചും പഠിക്കാൻ ആരംഭിക്കുകയാണ്. ഏതൊക്കെയാണ് ഫൈവ് കിങ്ഡംസ് എന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ. ആർ.എച്ച്. വിറ്റാക്കറാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ്. ഫൈവ് കിങ്ഡംസ് ഏതൊക്കെയായിരുന്നു? മൊണേറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. അതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ കിങ്ഡമാണ്. ഏതാണ് ഒന്നാമത്തെ കിങ്ഡം? മൊണേറയാണ് ഒന്നാമത്തെ കിങ്ഡം എന്ന് പറയുന്നത്. നമുക്ക് ഒന്നാം കിങ്ഡത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് പ്രവേശിക്കാം. നമ്മളതിൻ്റെ സെൽ ടൈപ്പ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സെൽ ടൈപ്പ് ഏതാണ്? പ്രോക്യാരിയോട്ടാണ് അല്ലേ? പ്രോക്യാരിയോട്ടാണ് സെൽ ടൈപ്പ്. Then Kingdom Monera, bacteria are the sole members of the Kingdom Monera. Kingdom Moneraയിലെ മെയിൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. ഇതിൽ വരുന്നത് ബാക്ടീരിയയുടെ പ്രത്യേകം നമ്മൾ പഠിച്ചു. പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് ബാക്ടീരിയ. ദേ ആർ ദ മോസ്റ്റ് അബണ്ടൻറ്റ് മൈക്രോ ഓർഗാനിസം. മൊണേറ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസംസ് മൈക്രോസ്കോപ്പിക് ആണ്, സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആണ്, അതുപോലെ മൈക്രോസ്കോപ്പിക് ആണ്. നമുക്കറിയാം ബാക്ടീരിയ എല്ലാ സ്ഥലങ്ങളും ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു മൈക്രോ ഓർഗാനിസംസ് ആണ്. Bacteria live in habitats such as hot spring, deserts, snow, deep oceans, etc. ഇപ്പോൾ ഇവിടെ ബാക്ടീരിയ നമുക്ക് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് നോക്കാം. ഹോട്ട് സ്പ്രിങ്സിൽ, ചൂടുള്ള അരുവികളിൽ, അതുപോലെ ഡെസേർട്സിൽ, സ്നോ ആണെങ്കിലും ഡീപ്പ് ഓഷ്യൻസ് ആണെങ്കിലും എല്ലാം എവരിവെയർ ഇൻ ദ വേൾഡ് അല്ലെ. നമുക്ക് എല്ലാ പ്രദേശങ്ങളിലും എന്ത് ക്ലൈമാറ്റിക് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ പോലും അവിടെ ഇതിന് ജീവിക്കാൻ സാധിക്കും, ബാക്ടീരിയയ്ക്ക് വളരാനായിട്ട് സാധിക്കും. Then many of them live in or on other organisms as parasite. ഇപ്പോൾ ഇത് അങ്ങനെ ഔട്ട്സൈഡിൽ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സറൗണ്ടിങ്ങിൽ മാത്രമല്ല ബാക്ടീരിയ നമ്മൾ കാണുന്നത്, പിന്നെ ഇവിടെ കൂടി കാണപ്പെടുന്നുണ്ട്. ഓരോ ജീവനുള്ളവയുടെ ബോഡിക്കകത്തോ അല്ലെങ്കിൽ പുറമേ ഇത് പാരസൈറ്റായിട്ട് കാണപ്പെടുന്നുണ്ട് ബാക്ടീരിയ. നമുക്കറിയാം, നമ്മൾക്ക് ചില രോഗങ്ങളൊക്കെ ഉണ്ട്. ബാക്ടീരിയ അതിൻ്റെ പോസിറ്റീവ് ഓർഗാനിസമായിട്ട് വരുന്ന ഡിസീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു നമ്മുടെ ബോഡിക്കകത്ത് ഈ ബാക്ടീരിയ എൻറ്റർ ചെയ്തിട്ടാണ് ഡിസീസൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. പാരസൈറ്റ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമുക്ക് ബാക്ടീരിയയുടെ കാറ്റഗറീസ് നോക്കാം ബേസ്ഡ് ഓൺ ഷേപ്പ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ എന്ന് നോക്കാം. മെയിൻലി ബാക്ടീരിയ ഗ്രൂപ്പ്ഡ് അണ്ടർ 4 കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ദ ഷേപ്പ്. അതിൻ്റെ ആ ഷേപ്പ് അനുസരിച്ച് 4 കാറ്റഗറി ആയിട്ടാണ് ബാക്ടീരിയയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ദ സ്പെറിക്കൽ കോക്കസ്. ഇവിടെ ഇപ്പം നിങ്ങൾ അതിൻ്റെ ഷേപ്പ് ഞാനൊരു ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡയഗ്രാം. ദ ഫസ്റ്റ് വൺ ഇസ് ദ സ്പെറിക്കൽ ഷേപ്പ്ഡ്. അതിന് നമ്മൾ പറയുന്നവരാണ് കോക്കസ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. അത് ഓരോ ഷേപ്പ് അനുസരിച്ച് അതിൻ്റെ പേര് നിങ്ങൾ ചെറിയ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു റിമൈൻഡർ ആയിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് റോഡ് ഷേപ്പ്ഡ് ഏതാണ്? ബാസില്ലസ് എന്ന് പറയുന്നത് ഡയഗ്രം ഞാനിവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് ബാസിലസ് ബാക്ടീരിയ, റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ ആണ്. അപ്പോൾ അതിൻ്റെ ഈ കാണുന്ന സ്ട്രക്ചർ സ്പോറാണ്. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് ദ കോമ ഷേപ്പ്ഡ് വിബ്രിയം. കോമ ഷേപ്പ്ഡ് വിബ്രിയമാണ്. ഇതാണ് നമ്മളിവിടെ ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ് മൂന്നാമത്തെ കാറ്റഗറി വിബ്രിയം എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഇസ് ദ സ്പൈറൽ ഷേപ്പ്ഡ് സ്പൈറുല്ലം. ഇതാണ് സ്പൈറൽ ഷേപ്പ്ഡ് സ്പൈറൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ ഈ ഷേപ്പ് അനുസരിച്ചുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയഗ്രം തന്നാൽ നിങ്ങൾക്കിത് തിരിച്ചറിയാൻ, എൻ്റെ പേര് ഓർമ്മിക്കാൻ പഠിക്കണം. അതുപോലെ ഷേപ്പ് തന്നാൽ പേര് എഴുതാനും. ഏതൊക്കെയാണ്? സ്പെറിക്കൽ റൗണ്ട് ഷേപ്പിലുള്ളതാണ് കോക്കസ്. ദെൻ റോഡ് ഷേപ്പ്ഡ് ഏതാണ്? ബാസില്ലസ്. നെക്സ്റ്റ് കോമ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കോമ, നമ്മൾ എഴുതുമ്പോൾ യൂസ് ചെയ്യുന്ന കോമ നമുക്ക് ഫെമിലിയർ ആണ്. അതിൻ്റെ ആ ഷേപ്പിൽ വരുന്ന വിബ്രിയം. നെക്സ്റ്റ് വൺ ഇസ് ദ സ്പൈറൽ ഫോം ആണ്. ദാറ്റ് ഈസ് ദ സ്പൈറുല്ലം. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് ബാക്ടീരിയയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദോ ദ ബാക്ടീരിയ സ്ട്രക്ചർ ഈസ് വെരി സിമ്പിൾ, ദേ ആർ വെരി കോംപ്ലക്സ് ഇൻ ബിഹേവിയർ. നമ്മൾ പഠിച്ചു ബാക്ടീരിയ മൈക്രോസ്കോപ്പിക് ആണ്, സിംഗിൾ സെൽ ഓർഗാനിസംസ് ആണ്, പ്രൊക്യാരിയോട്ടാണ്. പ്രൊക്യാരിയോട്ട് ആകുമ്പോൾ അതിനകത്ത് സെൽ ഓർഗനൈസ് വരെ വളരെ കുറവാണ്. ന്യൂക്ലിയസോ ന്യൂക്ലിയർ മെംബ്രെയിനോ അങ്ങനെ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൈസ് എല്ലാം ആബ്സെൻ്റ് ആണ്. അപ്പം അങ്ങനെ സിമ്പിൾ ആണ് എങ്കിൽ പോലും ദേ ആർ വെരി കോംപ്ലക്സ് ഇൻ ബിഹേവിയർ. അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ സ്വഭാവത്തിൽ അത് വളരെ കോംപ്ലക്സ് ആണ്. കമ്പയർഡ് ടു മെനി അതർ ഓർഗാനിസംസ്, ബാക്ടീരിയ
as a group show the most extensive metabolic diversity. നമ്മൾ എന്താ മറ്റുള്ള ഓർഗാനിസംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാക്ടീരിയ ആസ് എ ഗ്രൂപ്പ് ഷോ ദ മോസ്റ്റ് എക്സ്റ്റൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. അങ്ങനെ വൈവിധ്യം അതിൻ്റെ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റിയിൽ വളരെയേറെ വൈവിധ്യം കാണിക്കുന്ന ഒരു ഓർഗാനിസംസാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. മെയിൻലി നമുക്ക് ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് 2 തരത്തിൽ ന്യൂട്രീഷനുള്ളത്, ഓട്ടോട്രോപ്പിക് ആൻഡ് ഹെറ്റോട്രോപ്പിക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് ഓട്ടോട്രോപ്പിക് എന്നും ഹെറ്റോട്രോപ്പിക് എന്നും. എന്താണ് ഓട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ? ഓട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ദ ഓർഗാനിസംസ് വിച്ച് ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. സ്വയം ഭക്ഷണം നിർമ്മിക്കാൻ കഴിവുള്ള ഓർഗാനിസത്തിനെ നമ്മൾ ഓട്ടോട്രോപ്പിക് അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഹെറ്റോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഡിപ്പെൻഡ് അതർ ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ്സ്. ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ള ഓർഗാനിസത്തിനെ ആശ്രയിക്കുന്നവയെ നമ്മൾ അതിൻ്റെ ഓട്ടോട്രോപ്സ് സ്വപോഷണം എന്നാണ് അതിൻ്റെ മലയാളം ടേം. ഹെറ്റോട്രോപ്സ് എന്ന് പറഞ്ഞാൽ പരപോഷണം. ഇവിടെ ഈ ബാക്ടീരിയയുടെ ഒരു സ്പെഷ്യാലിറ്റി ദർ ബോത്ത് ഓട്ടോട്രോപ്പിക് ആൻഡ് ഹെറ്റോട്രോപ്പിക്, 2 ന്യൂട്രീഷൻ കാണിക്കുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ബാക്ടീരിയയിലുണ്ട്. സം ഓഫ് ബാക്ടീരിയ ആർ ഓട്ടോട്രോപ്പിക്, ദേ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് ഫ്രം ഇൻഓർഗാനിക് സബ്സ്ട്രേറ്റ്സ്. അതിൽ ചില ബാക്ടീരിയകൾ, കുറച്ച് ബാക്ടീരിയ ഓട്ടോട്രോപ്പിക് ആണ്. അവയ്ക്ക് ആവശ്യമായ ഫുഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസുകളിൽ നിന്ന് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ദേ മേ ബി ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പിക് ഓർ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്പിക്. ഇനി ഓട്ടോട്രോപ്പിക് ആണെങ്കിൽ തന്നെ വീണ്ടും ഇവ 2 ആയിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പിക് ഉണ്ട്, അതുപോലെ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്പിക് ഉണ്ട്. എന്താ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് അല്ലേ, ഗ്രീൻ പ്ലാന്റ്സ് നടക്കുന്ന ആ ഒരു പ്രോസസ്സ് ബാക്ടീരിയയ്ക്ക് നടത്താനുള്ള കഴിവുണ്ട്. അങ്ങനെ ഫുഡ് പ്രോസസ്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി ഉപയോഗിച്ച് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്പിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഇസ് ദ ഹെറ്റോട്രോപ്പിക് ന്യൂട്രീഷൻ. ദ വാസ്റ്റ് മജോറിറ്റി ഓഫ് ബാക്ടീരിയ ആർ ഹെറ്റോട്രോപ്സ്. അപ്പോൾ കൂടുതൽ മെമ്പേഴ്സും സം മെമ്പേഴ്സാണ് ഇതിൽ വരുന്നത്, ഓട്ടോട്രോപ്സ് വരുന്നത്. കുറച്ച് മാത്രമേ ഓട്ടോട്രോപ്സ് വരുന്നുള്ളൂ. ഭൂരിഭാഗം ബാക്ടീരിയാസുകളും ഏതിലാണ് വരുന്നത്? ഹെറ്റോട്രോപ്സിലാണ്. ദേ ഡു നോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് ബട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഓർ ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റർ ഫോർ ഫുഡ്. അപ്പോൾ അവരുടെ പ്രത്യേകത ഓർത്തിരിക്കുക. ഹെറ്റോട്രോപ്സിൻ്റെ ന്യൂട്രീഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹെറ്റോട്രോപ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതാണ് ഫുഡിന് വേണ്ടി. ഇവിടെ ബാക്ടീരിയ സെയിം തന്നെയാണ്. ദേ ഡു നോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് ബട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഓർ ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റർ ഫോർ ഫുഡ്. മറ്റുള്ള ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ മറ്റുള്ള ജീവികളുടെ ശരീരാവശിഷ്ടങ്ങളിൽ നിന്നും ഫുഡിനെ വലിച്ചെടുക്കുന്നവയാണ് ഹെറ്റോട്രോപ്പിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ശരീരങ്ങളൊക്കെ ജീർണിക്കുന്നത് അത് ഹെറ്റോട്രോപ്പിക് ബാക്ടീരിയ ആണ്. The next one is the different types of bacteria. ബാക്ടീരിയകളെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ദ ആർക്കി ബാക്ടീരിയ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ യു ബാക്ടീരിയ. അപ്പം നിങ്ങൾ ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൊടുത്തിട്ടുണ്ട് ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയ. അപ്പം നമുക്കിനി എന്താണ് ആർക്കി ബാക്ടീരിയ എന്ന് നോക്കാം. ദീസ് ബാക്ടീരിയ ആർ സ്പെഷ്യൽ സിൻസ് ദേ ലീവ് ഇൻ സം ഓഫ് ദി മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്സ് സച്ച് ആസ് എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്, ദാറ്റ് ഈസ് നോൺ ആസ് ദി ഹാലോഫൈൽസ്. ഈ ബാക്ടീരിയ പ്രത്യേകത, ദിസ് ബാക്ടീരിയ ആർ സ്പെഷ്യൽ ദേ ലീവ് ഇൻ സം ഓഫ് ദി മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്സ്. അതായത് ആർക്കി ബാക്ടീരിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്ട്രീമായിട്ട് മോശം കാലാവസ്ഥകളിൽ അങ്ങനെയുള്ള നോർമൽ അല്ലാത്ത ക്ലൈമറ്റുകളിൽ വളരുന്നതാണ് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രീം സോൾട്ടി ഏരിയാസിൽ വളരുന്ന ആ ബാക്ടീരിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹാലോഫൈൽസ് അല്ല, സോൾട്ടി ഏരിയാസിൽ വളരുന്നത്. നിങ്ങളത് ഓർത്തിരിക്കുക. ബാക്ടീരിയ വിച്ച് ലീവ് ഇൻ ആർക്കി ബാക്ടീരിയ വിച്ച് ലീവ് ഇൻ സോൾട്ടി ഏരിയാസ് നോൺ ആസ് ദി ഹാലോഫൈൽസ്. അപ്പം അങ്ങനെ എക്സാമിൽ ചോദിക്കാറുണ്ട് ഹാലോഫൈൽസ്. നെക്സ്റ്റ് ഹോട്ട് സ്പ്രിങ്സിൽ വളരുന്ന ബാക്ടീരിയയ്ക്ക് പറയുന്ന പേരാണ് തെർമോ അസിഡോഫൈൽസ്. ഹോട്ട് സ്പ്രിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? എന്താ സോൾട്ടി ഏരിയ എന്താണ്? ലവണാംശം കൂടുതലുള്ള, ഉപ്പിൻ്റെ അംശം അല്ലെങ്കിൽ ലവണാംശം ധാരാളമായിട്ടുള്ള പ്രദേശം. അപ്പം നമുക്ക് അങ്ങനെയുള്ള സ്ഥലം സാധാരണ ഓർഗാനിസത്തിന് വളരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ആർക്കി ബാക്ടീരിയയ്ക്ക് അവിടെ വളരാനായിട്ട് സാധിക്കും. ദെൻ ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ ചൂടുള്ള അരുവികൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ബാക്ടീരിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് തെർമോ അസിഡോഫൈൽസ്. ദെൻ അഗെയിൻ മാർഷി ഏരിയാസ്, ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന ബാക്ടീരിയയ്ക്ക് പറയുന്ന പേരാണ്
മെഥനോജൻസ്. അപ്പോൾ നിങ്ങൾ ഈ 3 പേരും പഠിക്കണം. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഹാലോഫൈൽസ്, ബാക്ടീരിയ വിച്ച് ലീവ് ഇൻ സോൾട്ടി ഏരിയ. സെക്കൻഡ് വൺ ഇസ് ദ തെർമോ അസിഡോഫൈൽസ്, ബാക്ടീരിയ വിച്ച് ലീവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ മെഥനോജൻസ്, ബാക്ടീരിയ വിച്ച് ലീവ് ഇൻ മാർഷി ഏരിയാസ്. Archaebacteria differ from other bacteria in having different cell wall structure, and this feature is responsible for their survival in extreme conditions. ഇപ്പം നമ്മൾ അല്ലാത്ത ബാക്ടീരിയയോട് കമ്പയർ ചെയ്യുമ്പോൾ ആർക്കിബാക്ടീരിയയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഹാവിങ് ഡിഫറെൻറ്റ് സെൽ വാൾ സ്ട്രക്ചർ ആൻഡ് ദിസ് ഫീച്ചർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സർവൈവൽ. അതായത് സാധാരണ ഒരു ബാക്ടീരിയയോട് കമ്പയർ ചെയ്യുമ്പോൾ ആർക്കിബാക്ടീരിയയുടെ സെൽ വോളിൻ്റെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. അവയ്ക്ക് ഇങ്ങനെയുള്ള എക്സ്ട്രീം ആയിട്ടുള്ള അത്ര തീവ്രമായിട്ടുള്ള ക്ലൈമാറ്റിക് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ പോലും അവയിൽ വളരാൻ കഴിവുള്ളതാണ് ആർക്കിബാക്ടീരിയാസ്. നെക്സ്റ്റ് മെഥനോജൻസ്. നമ്മൾ മെഥനോജൻസ് എന്ന് പറഞ്ഞ് മാർഷി ഏരിയാസിൽ ചതുപ്പുനിലങ്ങൾ വളരുന്നതാണ്. അത് മാത്രമല്ല, മെഥനോജൻസ് ആർ പ്രസന്റ് ഇൻ ദ ഗട്ട് ഓഫ് സെവറൽ റുമിനന്റ് അനിമൽസ് സച്ച് ആസ് കൗസ് ആൻഡ് ബഫലോസ്. ബാക്ടീരിയ മെഥനോജൻസ് ഗ്രൂപ്പിൽപ്പെട്ട ബാക്ടീരിയ നമ്മളായ കൗവ്, ബഫലോ ഇങ്ങനെയുള്ള അനിമൽസിൻ്റെ ഇൻറ്റസ്റ്റൈനിൽ വളരുന്നുണ്ട്. ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് മീഥെയിൻ ബയോഗ്യാസ് ഫ്രം ദി ഡങ് ഓഫ് ദീസ് അനിമൽസ്. അപ്പോൾ അവിടെ നമുക്കറിയാം ബയോഗ്യാസ് പ്ലാന്റിൽ മീഥെയിൻ ആണ് ബയോഗ്യാസ്. ആ ബയോഗ്യാസിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ബാക്ടീരിയ എന്ന് പറയുന്ന മെഥനോജൻസ് ആണ്. അത് നമ്മൾ കൗഡങ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത് ബയോഗ്യാസ് പ്ലാന്റിൽ. ആ കൗഡങ്ങിൻ്റെ അകത്ത് ഈ കൗവിൻ്റെയും ബഫലോയുടെയും ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഗട്ടിനകത്ത് ഉള്ള ബാക്ടീരിയ ആ കൗഡങ്ങിൻ്റെ കൂടെ വെളിയിൽ വരികയും അതാണ് ഇതിനെ ഈ മീഥെയിൻ എന്ന് പറയുന്ന ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പം നിങ്ങളത് ഓർത്തിരിക്കുക. അതും എക്സാമിന് ചോദിക്കാറുണ്ട്. നെയിം ദ ബാക്ടീരിയ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. മെഥനോജൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആർക്കിബാക്ടീരിയ ആണ്. അപ്പോൾ നിങ്ങൾ ആർക്കിബാക്ടീരിയ എന്ന് എഴുതിയാൽ പോരാ, മെഥനോജൻസ് തന്നെ എഴുതണം. അപ്പോൾ ആർക്കിബാക്ടീരിയ നമ്മൾ പറഞ്ഞു വേറെ ഉണ്ട്, ഹാലോഫൈൽസ് ഉണ്ട്, തെർമോസിഡോഫൈൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മെഥനോജൻസ് ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ, ദാറ്റ് ഈസ് ദ യു ബാക്ടീരിയ. നമ്മൾ രണ്ടാമത്തെ ആർക്കിബാക്ടീരിയ കഴിഞ്ഞ് രണ്ടാമത്തെ ബാക്ടീരിയയാണ് യു ബാക്ടീരിയ. അപ്പോൾ അതിന് വേറെ ഒരു പേര് ട്രൂ ബാക്ടീരിയ എന്ന് പറയുന്നു. There are thousands of different eubacteria or true bacteria. They are characterized by the presence of a rigid cell wall and if motile a flagellum. ഇവിടെ നമുക്ക് യൂബാക്ടീരിയയുടെ പ്രത്യേകതകൾ. അപ്പോൾ നമ്മൾ സാധാരണ വരുന്ന ട്രൂ ബാക്ടീരിയ ആണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. They are characterized by the presence of a rigid cell wall. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ യൂബാക്ടീരിയൽ ഗ്രൂപ്പിൽ വരുന്ന ബാക്ടീരിയാസിന് നല്ല ബലമുള്ള സെൽ വാൾ കാണും. അതുപോലെ ആൻഡ് ഈഫ് മോട്ടൈൽ എ ഫ്ലാജെല്ലം. എന്താ മോട്ടൈൽ എന്ന് പറഞ്ഞാൽ മൂവിങ് കപ്പാസിറ്റി, അല്ലെങ്കിൽ അവയ്ക്ക് ചലിക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ അവയ്ക്ക് എന്ത് കാണും? ഒരു ഫ്ലാജെല്ലം കാണും. ഫ്ലാജെല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ പോലെയുള്ള ഒരു സ്ട്രക്ചർ, തലമുടി നാര് പോലെ കാണുന്ന സ്ട്രക്ചർ, ആ ഒരു ഫ്ലാജെല്ലം ഉപയോഗിച്ചാണ് ഇവ മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ദ സൈനോബാക്ടീരിയ ഹാവ് ക്ലോറോഫിൽ എ സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ഇവിടെ യൂബാക്ടീരിയയിൽ തന്നെ വരുന്നതാണ് സൈനോബാക്ടീരിയ. അങ്ങനെ വേറൊരു പേര് കൂടി ഉണ്ട്, ഓൾസോ റെഫർ ടു ആസ് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത്. ബ്ലൂ ഗ്രീൻ ആൽഗെ ഹാവ് ക്ലോറോഫിൽ എ സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ഇവിടെ സൈനോബാക്ടീരിയയിൽ കാണപ്പെടുന്ന ക്ലോറോഫിൽ എ ആണ്. അത് നിങ്ങൾ പഠിച്ചിട്ട് കാണും. ക്ലോറോഫിൽ തന്നെ എ, ക്ലോറോഫിൽ ബി ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സിൽ കാണുന്ന ക്ലോറോഫിൽ എ. അപ്പോൾ ആ ഒരു സിമിലർ ക്ലോറോഫിൽ എ ആണ് സൈനോബാക്ടീരിയയിൽ കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സൈനോബാക്ടീരിയ പ്രത്യേകത ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക, സൈനോബാക്ടീരിയ photosynthetic autotrophs. Why? What is the reason? Because they have chlorophyll A similar to green plants. അതായത് ഗ്രീൻ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന അതേ ക്ലോറോഫിൽ തന്നെ സൈനോബാക്ടീരിയയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അവയ്ക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ഫോട്ടോസിന്തസിസിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്നാണ് അവയെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് സൈനോബാക്ടീരിയയുടെ സ്ട്രക്ചർ നോക്കാം. സൈനോബാക്ടീരിയ യൂണിസെല്ലുലാർ. എന്താ യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ സെല്ലാണ്. അതുപോലെ തന്നെ കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ്. അപ്പം അങ്ങനെ സൈനോബാക്ടീരിയ പ്രത്യേകത അത് ഒരു 3 ടൈപ്പിൽ കാണാം. ചിലത് സിംഗിൾ സെല്ലാണ്, അതാണ് യൂണിസെല്ലുലാർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൊളോണിയൽ എന്ന് പറഞ്ഞാൽ കോളനി ആയിട്ട്,
അല്ലെങ്കിൽ ഫിലമെൻറ്റസ്, റിബണൊക്കെ പോലെ ഇങ്ങനെ നാര് പോലെ ഇങ്ങനെ നീളത്തിൽ കാണാം ഫിലമെൻറ്റസ്. അപ്പോൾ അങ്ങനെ അത് ഓർത്തിരിക്കുന്നത് 3 തരത്തിലും സൈനോബാക്ടീരിയ കാണാം. ഏതൊക്കെയാണത്? ഒന്ന്, ഫസ്റ്റ് വൺ ഇസ് ദ യൂണിസെല്ലുലാർ, സെക്കൻഡ് വൺ ഇസ് ദ കൊളോണിയൽ ആൻഡ് തേർഡ് വൺ ഇസ് ദ ഫിലമെൻറ്റസ്. നമുക്കിത് എവിടെയാണ് ഇതിൻ്റെ വളരുന്നത് അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് എന്ന് നോക്കാം. എവിടെയാണ് സൈനോബാക്ടീരിയ കാണപ്പെടുന്നത്? ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഓർ ടെറസ്ട്രിയൽ, അതായത് എല്ലാ സ്ഥലത്തും ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ ശുദ്ധജലം, ശുദ്ധജലത്തിലുണ്ട്, മറൈൻ വാട്ടർ, മറൈൻ കടലിലുമുണ്ട്, അതുപോലെ ടെറസ്ട്രിയൽ മണ്ണിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതും ഓർത്തിരിക്കുന്ന ഹാബിറ്റാറ്റ്, ഇത് കാണപ്പെടുന്ന സ്ഥലങ്ങൾ, സൈനോബാക്ടീരിയ കാണപ്പെടുന്നത് ഫ്രഷ് വാട്ടർ, മറൈൻ ഓർ ടെറസ്ട്രിയൽ ആൽഗെ. The colonies are generally surrounded by gelatinous sheath. They often form blooms in polluted water bodies. ഇതിൻ്റെ നമ്മൾ കൊളോണിയൽ ഫോം ആണെങ്കിൽ എന്താ സൈനോബാക്ടീരിയ കൊളോണിയൽ ഫോം ആണെങ്കിൽ കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ ജെലാറ്റിനസ് ഷീത്ത്. ആ കോളനി അതിനൊരു ജെലാറ്റിൻ ഷീത്ത് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ദേ ഓഫൺ ഫോം ബ്ലൂംസ് ഇൻ പൊള്യൂട്ടഡ് വാട്ടർ ബോഡീസ്. അങ്ങനെ എന്താ പൊള്യൂട്ടഡ് മലിനമായ വെള്ളത്തിൽ എന്ത് സംഭവിക്കും? ചെറിയ കുമിളകൾ പോലെ ഈ സൈനോബാക്ടീരിയ ഉണ്ടെങ്കിൽ ഫോം ചെയ്യാറുണ്ട്. Some of these organisms can fix atmospheric nitrogen in specialized cells called heterocyst. Example, nostoc and anabina. ഇതിൽ ചില സൈനോബാക്ടീരിയയ്ക്ക് ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ, നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. എന്താണ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ അല്ലേ? നിങ്ങൾ 10th പഠിച്ചതാണ്. എന്താ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? നമുക്കൊരു അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ പ്ലാന്റ്സിന് ഒരിക്കലും നേരിട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ വലിച്ചെടുക്കാൻ സാധിക്കത്തില്ല. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സിജനെയൊക്കെ പ്ലാന്റ്സിന് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ നൈട്രജൻ അങ്ങനെ സാധിക്കത്തില്ല. നൈട്രജനെ മണ്ണിലോട്ട് ഫിക്സ് ചെയ്തിട്ട് മണ്ണിൽ നിന്നാണ് പ്ലാന്റ്സിന് അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് അങ്ങനെ സഹായിക്കുന്ന പ്ലാന്റ്സ്, നമ്മൾ പീ പ്ലാന്റ്സ് അല്ലെ പൈറോറത്തിൽപ്പെട്ട സസ്യങ്ങളിലൊക്കെ ഇതിനെ സഹായിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ അതിനെ സഹായിക്കുന്നത്. അപ്പം അങ്ങനെ ഇവിടെ ഈ സൈനോബാക്ടീരിയയുടെ പ്രത്യേകതയാണ് അങ്ങനെ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതിനെ സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ്, അതിന് പറയുന്ന പേര് ഹെട്രോസിസ്റ്റ് എന്ന് അതും ഓർത്തിരിക്കുക. എക്സാമിന് ചോദിക്കാറുണ്ട് ഹെട്രോസിസ്റ്റ്. ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് വിച്ച് ഹെൽപ്പ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ. അറ്റ്മോസ്ഫിയർ നൈട്രജനെ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന സെല്ലുകളാണ് ഹെട്രോസിസ്റ്റ്. അതിന് അങ്ങനെയുള്ള 2 നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയസ് ആണ് നോസ്റ്റോക് ആൻഡ് അനാബിന. ഓർത്തിരിക്കുക, എക്സാമ്പിൾ ഓർത്തിരിക്കുക. നോസ്റ്റോക് ആൻഡ് അനാബിന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയാണ്. അതിനെ സഹായിക്കുന്ന ഈ ബാക്ടീരിയാസിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഫിലമെൻറ്റസ്, ബ്ലൂഗീൻ, ആൽഗെ, നോസ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. ആ നോസ്റ്റോക്കിൽ അതിൻ്റെ ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ oxidize various inorganic substances such as nitrates and ammonia and use the released energy for their ATP production. They play a great role in recycling nutrients like nitrogen, phosphorus, iron and sulfur. കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ വേറൊരു കീമോസിന്തറ്റിക് നമ്മൾ നേരത്തെ പഠിച്ചത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പിക്കും ഉണ്ട്, കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്പിക്കും ഉണ്ട്. നമ്മൾ ന്യൂട്രീഷൻ പഠിച്ചത് ബാക്ടീരിയയുടെ. ഇവിടെ കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? ഓക്സിഡൈസ് വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസ് സച്ച് ആസ് നൈട്രേറ്റ്, അമോണിയ and use the released energy for their ATP production. അതായത് ഈ ബാക്ടീരിയ പ്രത്യേകത, ഇവയ്ക്ക് ഇങ്ങനെയുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്യാനുള്ള സാധിക്കും. നൈട്രേറ്റ്സിനെയും അമോണിയൊക്കെ ഓക്സിഡൈസ് ചെയ്ത് എന്നിട്ടത് ആ എനർജി ഉപയോഗിച്ച് ATP പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഈ ഓട്ടോട്രോപിക് ബാക്ടീരിയയ്ക്കുണ്ട്. അത് നമ്മൾ കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയയുടെ പ്രത്യേകതയാണ്. They play a great role in recycling nutrients like nitrogen, phosphorus, iron and sulfur. അപ്പോൾ നമ്മുടെ സോയിലുള്ള നൈട്രജനെയും ഫോസ്ഫറസിനെയും സൾഫറിനെയൊക്കെ റീസൈക്ലിംഗ് പ്രോസസ്സ് നടത്താൻ സഹായിക്കുന്ന ബാക്ടീരിയയാണ് ഏത്? കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ. അപ്പോൾ നിങ്ങളത് ഓർത്തിരിക്കുക. കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക്, നമ്മൾ ആദ്യം പറഞ്ഞ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയയാണ് ഏതിൽ വന്ന സൈനോബാക്ടീരിയ നമ്മൾ പറഞ്ഞു ക്ലോറോഫിലേ ഉള്ളത്. രണ്ടാമത്തേത് കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? അത് ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്ത് എനർജി ഉണ്ടാക്കുന്നു. ആ എനർജി ഉപയോഗിച്ച് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു. ATP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എനർജി കറൻസിയാണ് അല്ലേ ATP. അഡ്നോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ATP. ആ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് കീമോസിന്തറ്റിക്
ഓട്ടോട്രോപിക് ബാക്ടീരിയ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ഇനോർഗാനിക് ന്യൂട്രിയൻസിൻ്റെയൊക്കെ റീസൈക്ലിംഗ് പ്രോസസ്സിന്, സോയിലുള്ളതിനെ റീസൈക്കിൾ ചെയ്യാനായി സഹായിക്കുന്നതും കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ ആണ്. Next, heterotropic bacteria are most abundant in nature. The majority are important decomposers. അടുത്ത രണ്ടാമത്തെ ബാക്ടീരിയ ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഹെറ്ററോട്രോപ്പിക്കിൻ്റെ പ്രത്യേകത നമ്മുടെ എൻവയൺമെൻറ്റിൽ അല്ലെങ്കിൽ നേച്ചറിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഹെറ്ററോട്രോപിക് ബാക്ടീരിയാസ് ആണ്. ദ മജോറിറ്റി ആർ ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ്. ഇപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണ്? ഡീകമ്പോസേഴ്സ് ആണ്. അതായത് നമ്മുടെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയൊക്കെ ഡെഡ് ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ അവയുടെ ശരീര അവശിഷ്ടങ്ങൾ മണ്ണിൽ അവയെ ഡീകമ്പോസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ബാക്ടീരിയസ് ആണ്, ഹെറ്ററോട്രോപിക് ബാക്ടീരിയ ആണ്. Many of them have a significant impact on human affairs. They are helpful in making curd from milk, production of antibiotics, fixing nitrogen in legume roots. അതുപോലെ തന്നെ ഇവയ്ക്ക് വേറെ നമ്മുടെ ഡെയിലി ലൈഫിലും ഈ ബാക്ടീരിയയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ തൈരൊക്കെ മിൽക്കിൽ നിന്ന് പാലിനെ പുളിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ബാക്ടീരിയയാണ്. അതുപോലെ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. നൈട്രജൻ ലെഗ്യൂം, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ പയറും ബീൻസ് അങ്ങനെയുള്ള ലെഗ്യൂം പ്ലാന്റ്സ്, അങ്ങനെയുള്ള പ്ലാന്റ്സ് പ്രത്യേകം അവയുടെ റൂട്ടിൽ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ഉണ്ട്. അങ്ങനെ അതിനും സഹായിക്കുന്നതും ഈ ഹെറ്ററോട്രോപിക് ബാക്ടീരിയാസ് ആണ്. നെക്സ്റ്റ്, ബാക്ടീരിയ പ്രൊഡ്യൂസ് മെയിൻലി ബൈ ഫിഷ്. നമുക്ക് നോക്കാം ഇനി ബാക്ടീരിയ റീപ്രൊഡക്ഷൻ, എങ്ങനെയാണ് ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന്. ഇത് പ്രധാനമായിട്ടും ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫിഷനാണ്. അപ്പോൾ അത് നിങ്ങൾ ടെക്സ്റ്റ് ലൈൻ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. അത് ഡിവൈഡ് ചെയ്ത് ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് അടുത്ത രണ്ട് ബാക്ടീരിയസ് ഉണ്ടാകുന്നു. സംടൈംസ് അണ്ടർ അൺഫെയറബിൾ കണ്ടീഷൻസ് ദേ പ്രൊഡ്യൂസ് സ്പോർസ്. അപ്പം അങ്ങനെ ഫെയറബിൾ കണ്ടീഷൻസ് ആണെങ്കിൽ ബാക്ടീരിയ വളരെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് ഒത്തിരിയാണ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ് ബാക്ടീരിയ. പക്ഷെ അൺഫെയറബിൾ കണ്ടീഷൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. They also reproduce by a sort of sexual reproduction by adopting a primitive type of DNA transfer from one bacterium to other. അതങ്ങനെ ഒരു 3 തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ്. ഒന്നാമത്തെ ബൈനറി ഫിഷൻ ആണ് ഒന്നാമത്തെ. രണ്ടാമത്തത് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കഴിഞ്ഞാൽ അത് ചെറിയ സ്പോറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പുറമെ നല്ലൊരു കവറിങ് ഒക്കെ ആയിട്ട് അതിങ്ങനെ അങ്ങനെ കാണുന്നു. അത് കഴിഞ്ഞ് എപ്പോഴാണ് ഫെയറബിൾ കണ്ടീഷൻസ് വരുന്നത് അന്നേരം അത് ആക്റ്റീവായി മാറുന്നു. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രിമിറ്റീവ് ടൈപ്പാണ്. DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയം ടു ദി അതർ. ഒരു ബാക്ടീരിയത്തിൽ നിന്ന് അടുത്ത ബാക്ടീരിയത്തിലുള്ള DNA ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രിമിറ്റീവ് ടൈപ്പാണ് അടുത്തത്. നെക്സ്റ്റ്, ദ മൈക്കോപ്ലാസ്മ. ദി മൈക്കോപ്ലാസ്മ ആർ ദ ഓർഗാനിസംസ് ദാറ്റ് കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ വോൾ. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ ദ ഓർഗാനിസംസ് ദാറ്റ് കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ വോൾ. ഒരു സെൽ വോൾ ആബ്സെൻ്റ്, സെൽ വോൾ ഇല്ലാത്തത്, അതാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ നോൺ. അപ്പോൾ അതുപോലെ ഇപ്പം അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ലിവിങ് സെല്ലാണ് മൈക്കോപ്ലാസ്മ. ആൻഡ് ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. അതുപോലെ അതിൻ്റെ ഒരു പ്രത്യേകത, ഇവയ്ക്ക് ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാനുള്ള കഴിവ് മൈക്കോപ്ലാസ്മയ്ക്കുണ്ട്. മെനി മൈക്കോപ്ലാസ്മ ആർ പാഥജനിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അതുപോലെ തന്നെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാൻ കാരണം രോഗാണുവിന് കാരണമാകുന്നതാണ് മിക്കവാറും മൈക്കോപ്ലാസ്മകൾ. അപ്പോൾ ഇതും ഓർത്തിരിക്കുക. മൈക്കോപ്ലാസ്മയുടെ ചോദിക്കാറുണ്ട് എക്സാമിന്. സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ്. അതുപോലെ നമ്മൾ ഇപ്പോൾ പഠിച്ച കിങ്ഡം മൊണേറയിൽ വരുന്ന ഒരു മെമ്പർ, അതിൽ ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ്റെ ആബ്സെൻസിൽ പോലും ജീവിക്കാനുള്ള എബിലിറ്റി ഉള്ള ഒരു ഓർഗാനിസമാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്.